ഇതാണ് ആക്ച്വലി തോട്ട് ഓഫ് ദി ഡേ ആയിട്ട് ഞാൻ പറയാൻ പോകുന്നത്. അത് ഞാൻ 2 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യാൻ പോകാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വൈ ഡു പീപ്പിൾ ഫോളോ റിലീജിയൻ ഓർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്? വൈ ഡു പീപ്പിൾ സഫറിങ്? എന്തുകൊണ്ടാണ് പീപ്പിള് സഫർ ചെയ്യുന്നതെന്നും എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ റിലീജിയന് മതങ്ങൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് അമ്മച്ചിക്കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് പറഞ്ഞു. നമ്മുടെ ഇതിനെപ്പറ്റി ഒരു അവലോകനം ചെയ്യുമ്പം നമ്മുടെ ഇതിനെ പറ്റി എക്സാക്ട്ലി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പലതരത്തിലുള്ള ലോകൾ കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമ്പോസ്ഡ് വഴിയാണ് നമ്മുടെ പലതരത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, സ്റ്റേറ്റ് റൂൾസ് നമുക്ക് നമ്മുടെ ബന്ധിച്ച് കിടക്കുകയാണ്. അപ്പൊ നമ്മളൊരു ഗുഡ് സിറ്റിസൺ ആകണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് റൂള് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ. അപ്പം ആക്ച്വലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ നിയമം ഇല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് തന്നെ ഇല്ല. അപ്പം നിയമത്തിന്റെ പുറത്താണ് സ്റ്റേറ്റ് തന്നെ നിലനിൽക്കുന്നത്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും ലോ ഓഫ് നേച്ചർ. അപ്പം ഈ ലോ ഓഫ് പ്രകൃതിയുടെ നേച്ചർ എന്ന് പറയുന്നത് അത് നമ്മള് എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആണ്. പ്രത്യേകിച്ച് വിശ്വാസമുള്ളവനും റിലീജിയൻ ഫോളോ ചെയ്യുന്നതിനും നോൺ റിലീജിയൻ ഇല്ലാത്തവർക്കും എല്ലാവർക്കും അത് ഫോളോ ആണ്. ആരെങ്കിലും അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ്, അതിന്റെ ദൂഷ്യഫലങ്ങൾ എല്ലാവരും അനുഭവിക്കും. ഫോർ എക്സാമ്പിൾ, മരം വെട്ടുക, അമേരിക്ക വെട്ടി ചെയ്താലും അതിന്റെ ദൂഷ്യഫലങ്ങൾ നമ്മൾ അനുഭവിക്കേ പറ്റൂ. അപ്പം ഇത് അതിന്റെ അർത്ഥം എന്താണ്? നമ്മള് റിസ്ക് ചെയ്യാണ്, എന്ത് സഫറിങ് ആവുക. ഈ റൂൾ ബ്രേക്ക് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ സഫറിങ്ങിന് ഒരു ഇരയായി തീരുകയാണ്. അപ്പം നമ്മളെ നിയമം അറിഞ്ഞോ അറിയാതെയോ ബ്രേക്ക് ചെയ്യുന്നാലും നമ്മള് അതിനൊരു സഫറായി തീരുകയാണ്. അപ്പൊ എന്താണ് അതിന്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത്? മോസ്റ്റ് ഓഫ് ദ കേസ് നമുക്ക് ഇഗ്നോറൻസ് ആണ് നമ്മുടെ പ്രോബ്ലംസ്. ഈ ഇഗ്നോറൻസിന് നമുക്ക് ഒരു എക്സ്ക്യൂസസ് ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, നമ്മൾ വഴിയിൽ ഓടിക്കുന്നു, ഹൈ സ്പീഡിൽ ഓടിക്കുന്നു. അപ്പം പോലീസ് പിടിക്കപ്പെടുന്നു. പോലീസ് പിടിച്ചപ്പം പറഞ്ഞു എനിക്ക് സ്പീഡിന്റെ അത് അറിയത്തില്ലായിരുന്നു. പോലീസ് പറയുന്നു നോ എക്സ്ക്യൂസ്. അപ്പം നിയമം അറിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പം അത് നിയമം അറിയാം, റോഡിന്റെ സ്പീഡ് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ കൺട്രോൾ ചെയ്തു പോയത്. അപ്പം അറിവില്ലായ്മ ആയിരിക്കാം മെയിൻ പ്രോസസ്. അതായത് നമ്മുടെ സഫറിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സഫറിങ് ആണ്. അപ്പം ഇനി ഈ റിലീജിയൻ എന്താണെന്ന് പറയാൻ, റിലീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഡ് ഓഫ് ഗോഡ്, ദ ലോ ഓഫ് ഗോഡ് ആണ്. അത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ദൈവത്തെ വെച്ചിട്ടുണ്ട്, അതാണ്. അപ്പൊ നമ്മുടെ ഒരു അവലോകനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശാരീരിക ആക്ടിവിറ്റീസ്, നമ്മുടെ ശരീരത്തിൽ കൊണ്ട് ബോഡി ആക്ടിവിറ്റീസ് കൊണ്ട് നമ്മളൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി സഫറിങ്ങിന്റെ ഒരു ഒന്നാമത്തെ കാരണം നമ്മൾ മിസ്അണ്ടർസ്റ്റുഡ് ആണ്. നമ്മുടെ ബോഡിയാണ് നമ്മളെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മൾ സഫർ ചെയ്യാനുള്ള മെയിൻ കാരണം ജനങ്ങൾ കൂടുതലും, നമ്മളൊക്കെ കൂടുതലും ഇൻട്രസ്റ്റഡ് എന്നതാണ് ഈറ്റിംഗ്, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, മെയ്റ്റ് ചെയ്യണം, ഡിഫെൻഡ് ചെയ്യണം. അപ്പം ഈ 4 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആനിമലും മൃഗങ്ങളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകിച്ച് എന്താണ് ഹ്യൂമൻ ബീയിങ് ചെയ്യുന്നത്? അവനൊന്നും ചെയ്യുന്നില്ല. അപ്പം അവൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. സ്പിരിച്വൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് the spiritual life begins when you understand that you are not body. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ബോഡിയല്ല, നമ്മൾ ഉള്ളിലുള്ളിലിരിക്കുന്ന സ്പിരിറ്റ് ആണ് നമ്മൾ എന്ന് മനസ്സിലാക്കാത്തത്തോളം കാലം സ്പിരിച്വൽ ആക്ടിവിറ്റിയെ പറ്റി നമുക്ക് തുടങ്ങാൻ സാധിക്കത്തില്ല. അതാണ് റിയൽ ലൈഫ്, സ്പിരിച്വൽ ലൈഫ് തുടങ്ങുന്നതിന്റെ റിയൽ ബിഗിനിങ്. അതായത് നമ്മൾ when we see the difference between yourself and your body, you can understand that you are spirit and soul. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമ്മളുടെ ഡിഫറൻസ് ആണ് എന്നുള്ള ഒരു യാത്രയാണ്
ഈ ജേർണിയാണ് സ്പിരിച്വൽ. നമ്മുടെ ബോഡി അല്ല, നമ്മുടെ സ്പിരിറ്റ് ആണ് നമ്മുടെ സോൾ ആൻഡ് ബോഡി. സ്പിരിറ്റ് ആണ് നമ്മൾ എന്ന് പറയപ്പെടുന്നതിനെ പറ്റിയുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ റിലീജിയസ് ലൈഫിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അതിന് നമ്മളൊരു ഫോൾസ് പ്ലാറ്റ്ഫോമിൽ, അതായത് ഇഫ് വി സ്റ്റാൻഡ് ഓൺ ഫോൾസ് പ്ലാറ്റ്ഫോം ഓഫ് ലൈഫ് ആൻഡ് therefore you are suffering instead of enjoying. ഇതാണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഈ റിയൽ ലൈഫ് പ്ലാറ്റ്ഫോമിലല്ല നിൽക്കുന്നത്, നമ്മൾ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്യുന്നതിന് പകരം നമ്മൾ സഫറിങ് ചെയ്യുകയാണ്. നമ്മൾ ഈ സ്പിരിച്വൽ മാറ്റേഴ്സിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ കൺസൾട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒറിജിനൽ ലിറ്ററേച്ചറിലേക്കാണ്. ഇത് നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ആരെങ്കിലും ഇഷ്യൂ ചെയ്ത, ആരെങ്കിലും എഴുതിയിരിക്കുന്ന സാധനത്തെയാണ് നമ്മൾ കൂടുതലായി കൺസൾട്ട് ചെയ്യുന്നത്. അപ്പം അത് മിക്കവാറും ഫോൾസ് ആയിരിക്കും. അവന്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് അതിൻ്റെ അകത്ത് അവന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. റിയൽ ഒറിജിനൽ ലിറ്റർ അതിന്റെ ബുക്കിലേക്ക് നമ്മൾ പോകണം, എങ്കിൽ മാത്രമേ നമുക്ക് റിയലി ഇത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സിവിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും കൺസേൺഡ് അബൌട്ട് മെറ്റീരിയൽ ബോഡി കംഫർട്ടബിൾ ആക്കാനാണ് സിവിലൈസേഷൻ ചെയ്യുന്നത്. നമ്മൾ വലിയ ഫ്ലാറ്റുകൾ പണിയുന്നു, വലിയ വീടുകൾ പണിയുന്നു, വലിയ റോഡുകൾ പണിയുന്നു, എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇതെല്ലാം മെറ്റീരിയൽ ലൈഫിന്റെ ഭാഗങ്ങളാണ്. അപ്പം നമ്മൾ ആക്ച്വലി സ്പിരിച്വൽ ലൈഫിനെ പറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് എന്നുള്ളതിനെ തിരിച്ചറിവിനെ പറ്റി ഒരു പഠനവും നടത്തുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ മൂന്നാലഞ്ച് കാര്യങ്ങൾ ചേഞ്ച് ചെയ്തിരിപ്പിടിക്കണം, നമ്മളെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അതെന്താണ്? നമ്മൾ വിചാരിക്കുന്ന അറ്റാച്ച്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ ബോഡി ഡ്യൂ ടു ഇഗ്നോറൻസ് ഓഫ് ദ സ്പിരിച്വൽ ഫാക്ട്സ്. നമ്മളെ തന്നെ അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മുടെ ബോഡിയാണ് നമ്മളെന്ന് വിചാരിച്ച് നമ്മൾ അതിനെ കംഫോർട്ട് ആക്കാനാണ് നോക്കുന്നത്. പിന്നെ അറ്റാച്ച്മെന്റ് ഓഫ് ദ നമ്മുടെ റിലേറ്റീവ്സ്, വൈഫ്, മദർ, പേരൻസ്, ഇവരുമായിട്ടെല്ലാം റിലേറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടും അത് നമുക്ക് മനസ്സിലാക്കാൻ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. Attachment of the land of birth and material possession such as house, estate, property, business, ഇങ്ങനെ ഇതുമായൊക്കെ പേടിക്കുന്നു. Attachment of the material science which is always remain mysterious. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാച്ച്മെന്റ് ഓഫ് റിലീജിയസ് ഫോംസ് ആൻഡ് ഹോളി റിച്വൽസ് വിത്തൗട്ട് നോയിങ് പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. ദൈവത്തെ പറ്റി അറിയത്തില്ലാതെ നമ്മൾ ചെയ്യുന്ന റിച്വൽസ് ആണ്. or his devotee who make them holy. അല്ലെങ്കിൽ അവരുടെ ദേവദാസന്മാരെ നമുക്ക് അറിയത്തില്ല. നമ്മൾ ഈ റിച്വൽസിനെ മാത്രം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് റിയൽ ആയിട്ട് ദൈവത്തെ അറിയാതെ തന്നെയാണ് നമ്മൾ ഈ റിച്വലിന്റെ പുറകെ പോകുന്നത്. നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റാഷണൽ ആനിമൽ എന്നാണ് പറയുന്നത്. എന്താണ് റാഷണൽ ആനിമലിന്റെ പ്രത്യേകത? വി ആർ ബോൺ ടു മേക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് എൻക്വയറീസ്. നമ്മൾ കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് ഗ്രേറ്റർ അച്ചീവ്മെന്റ് ഉണ്ടാകുന്നത്, നോളജ് ഉണ്ടാകുന്നത്. സയൻസ് കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നത് കൂടുതലായി മനുഷ്യൻ ക്വസ്റ്റ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ അബൌട്ട് വാട്ട് ഹാപ്പൻ ആഫ്റ്റർ ഡെത്ത്. അപ്പം ആ ഒരു ക്വസ്റ്റ്യനിലാണ് നമ്മൾ ചോദിക്കേണ്ടത്. സ്പിരിച്വൽ ലൈഫ് ഷുഡ് ബി സയൻസ് പ്രൂവബിൾ ത്രൂ റീസൺ ആൻഡ് ലോജിക്, നോട്ട് ബൈ എ മാറ്റർ ഓഫ് മിയർ സെന്റിമെന്റ് ഓർ ബ്ലൈൻഡ് ഫെയ്ത്ത്. ഇവിടെ മോസ്റ്റ് ഓഫ് ദ കേസസ് ഹ്യൂമൻ ബീയിങ്ങിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്, ബ്ലൈൻഡ് ഫെയ്ത്ത് ആണ്. ആക്ച്വലി ആരും നമ്മളൊരു സയൻസ് പ്രൂവബിൾ ആണോ, ലോജിക് ആയിരിക്കണം, റീസണബിൾ ലോജിക് ആണ്, അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കുന്നില്ല. നമ്മുടെ സ്പിരിറ്റ് ആൻഡ് മാറ്റർ ആർ കംപ്ലീറ്റ്ലി കോൺട്രഡിക്ടറി തിങ്സ്. പെർഫെക്റ്റ് ഹാപ്പിനെസ് ഹാപ്പൻ ദെൻ only when we restore our spiritual state of natural state of material existence. Spiritual life is not something one can understand by a few minutes of talk. സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു ദിവസമോ 2 ദിവസമോ കുറച്ച് ബുക്ക് വായിച്ചോ ഒന്നും കിട്ടുന്ന ഒരു സംവിധാനമല്ല. ഇറ്റ് ഈസ് എ ലോങ് പ്രോസസ്. അത് ഇറ്റ് ഈസ് ടേക്ക് ടൈം. അപ്പം ഇതിന് തന്നെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഹംബിൾനെസ് ആൻഡ് മീക്ക്നെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി റിയലൈസ് ചെയ്യാനത് ഹംബിൾനെസ് വളരെ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്.
and meekness. For example, Mother Teresa, all the saints, if you take them, and all the spiritual ബന്ധപ്പെട്ട ആൾക്കാർ, റിയൽ സ്പിരിച്വൽ ബന്ധപ്പെട്ട ആൾക്കാർ മുഴുവനും ഭയങ്കരമായ ഹ്യൂമിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഹംബിൾനെസ് ആണ് അവർ കംപ്ലീറ്റ്. അവർക്ക് മെറ്റീരിയൽ വേൾഡിനെ പറ്റി ഒന്നും ടു മച്ച് ഇൻട്രസ്റ്റഡ് അല്ല അറ്റോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതാ അവർ മനസ്സിലാക്കണമെങ്കിൽ തന്നെ, സ്പിരിച്വാലിറ്റി മനസ്സിലാക്കണമെങ്കിൽ തന്നെ ബേസിക് ഘടകമാണ്. അത് തന്നെയല്ല, നമ്മളൊരു 4 കാര്യങ്ങളിൽ വളരെ കൺട്രോളബിൾ ആയിരിക്കണം, ഇല്ലെങ്കിൽ ഇത് കാര്യങ്ങൾ മനസ്സിലാവില്ല. അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിത്തൗട്ട് റിസ്ട്രിക്ഷൻസ് ഓഫ് ഇലിസന്റ് സെക്സ്. സെക്സ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഘടകം. ആ ഘടകത്തിൽ നമ്മൾ വളരെ റിസ്ട്രിക്ഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് റിയൽ സ്പിരിച്വാലിറ്റി മനസ്സിലാകുകയുള്ളൂ. പിന്നെ കൺട്രോൾ ഓഫ് ദ ഫുഡ്, നമ്മൾ ഫുഡ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമുക്കിത് മനസ്സിലാകത്തില്ല. ഗ്യാംബ്ലിങ്സ്, നമ്മൾ ഗ്യാംബ്ലിംഗ് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഈ സ്പിരിച്വാലിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇൻടോക്സിക്കേഷൻസ്, ഇതും നമുക്ക് മനസ്സിലാക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പിരിച്വാലിറ്റി നമ്മൾ റിച്വൽസ് ചെയ്തു പോകും, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ദ സ്പിരിച്വാലിറ്റി. പിന്നെ അതേമാതിരി തന്നെ when we remain sinful, we never be able to understand God or proper religion. കാരണം എന്നാ, നമ്മൾ സിൻഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ലോ ഓഫ് ദ ബ്രേക്കിംഗ് ആണ് സിൻ. എപ്പോഴൊക്കെ നമ്മൾ ലോ ബ്രേക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ നമ്മൾ പാവം ചെയ്യുകയാണ്. ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നേച്ചുറൽ ലോ ആയാലും ശരി, സ്റ്റേറ്റ് ലോ ആയാലും ശരി, ദൈവീയ നിയമമാണെങ്കിലും ശരി, അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയെ പറ്റി മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഏതെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനെ പറ്റിയുള്ള നോളജ് ഒക്കെ കിട്ടണമെങ്കിൽ, നമുക്ക് നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അത് അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യണം. അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നു, സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് എല്ലാത്തിനെയും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പഠിക്കുകയല്ല, വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് ഒരു ബോധം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ സ്കൂൾ പഠിക്കുന്ന അതോറിറ്റിയെ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ അവിടെ നിന്ന് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയുകയാണ് IIT സർട്ടിഫിക്കറ്റ് കിട്ടി. മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് IIT എന്താണെന്ന് അറിയാം, അവരുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം, സ്റ്റുഡൻസിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം. അവർ ബ്ലൈൻഡ്ലി ആ സ്റ്റുഡൻസിനെ എടുക്കും. കാരണം അതൊരു റെസ്പെക്റ്റബിൾ ആയ ഒരു അതോറിറ്റി ആയി മാറി. ആ അതോറിറ്റിയെ ലോകം അംഗീകരിക്കും. അതുകൊണ്ട് അവര് പഠിച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണം. ആ അതോറിറ്റി അക്സെപ്റ്റ് ചെയ്യാത്തവരുടെ കാലം നമുക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ആഫ്റ്റർ ഡെത്തിന് ബിയോണ്ട് അവർ ദിസ് മെറ്റീരിയൽ വേൾഡിൽ നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രിപ്ചേഴ്സ് അതോറിറ്റിയെ ബഹുമാനിച്ചേ പറ്റൂ. അക്സെപ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയും അവസാനം ഒരിടത്ത് എത്തുകയും ചെയ്യില്ല. എന്താണ് നമ്മുടെ മെയിൻ പ്രോബ്ലം? Modern education never gives enlightenment about real problems of life. Real problems of life. Enlightenment to the real problems of the life എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ ആക്ടിവിറ്റിയെ പറ്റി നമ്മൾ ഒരു റിയൽ പ്രോബ്ലം തരുന്നില്ല. നമ്മുടെ മൃഗങ്ങളൊന്നും ഒരു കാരണവശാലും ചിന്തിക്കുന്നില്ല മരണശേഷം എന്തു സംഭവിക്കുന്നു. പക്ഷെ ഈ നമ്മൾ തന്നെ what is after death? The people don't take this problem seriously. അതാണ് വലിയ പ്രോബ്ലം. This is a big problem തന്നെയാണ്. Everyone is already loving. നമ്മളെല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം ഒന്ന് മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. കാരണം നമ്മുടെ ഭാര്യയെ സ്നേഹിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷേ നമ്മൾ ആരും സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്നേഹം ഒന്ന് മിസ്പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ എന്തായിരിക്കും മിസ്പ്ലേസ് ചെയ്ത് എവിടെയായിരിക്കും? നമ്മൾ ദൈവത്തിലുള്ള സ്നേഹം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് നമുക്ക് ഹാപ്പിയാകുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഈ നമ്മൾ സ്പിരിച്വൽ അതാണ് റിയൽ എന്നുള്ളത് കൊണ്ടായിരിക്കണം നമ്മൾ ദൈവത്തിൽ സ്നേഹം അർപ്പിക്കുമ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയി. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഏറ്റവും വലിയ ഡേഞ്ചറസ് ഡിസീസ് എന്ന് പറയുന്ന മോഡേൺ മാൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചേഴ്സ് എവരിവൺ wants to do this according to
എല്ലാവരും അവരവരുടെ ആഗ്രഹം അനുസരിച്ച്, അവരുടെ അറിവനുസരിച്ച്, അവരവരുടെ ചിന്ത അനുസരിച്ച് അവര് കാര്യങ്ങൾ ചെയ്യുന്നു. നോ വൺ വാണ്ട്സ് ടു ഫോളോ ദ സ്റ്റാൻഡേർഡ് വേ. ആർക്കും സ്റ്റാൻഡേർഡ് വേയിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമില്ല. അവന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എല്ലാവരും ഫോളിങ് ആവുന്നു. എങ്ങനെ? സ്പിരിച്വലിയും മെറ്റീരിയലും എല്ലാം നമ്മൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാട്ട് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പയസ് മാൻ ആൻഡ് ക്രിമിനൽ? രണ്ട് പയസ് മാനും ക്രിമിനലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരുത്തന്റെ ഹാർട്ട് പ്യൂർ ആണ്, മറ്റവന്റെ ഹാർട്ട് ഡേർട്ടാണ്. ആ ഹാർട്ട് everyone is the right to utilize whatever the allotment to him by God, but no one may not encroach upon others' property. എല്ലാവർക്കും ദൈവം തന്നിരിക്കുന്ന പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. പക്ഷേ നമ്മൾ എൻക്രോച്ച് ചെയ്യുകയാണ്. ബിക്കോസ് ഓഫ് ദ ക്രിമിനൽ ബിഹേവിയർ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് അത് എൻക്രോച്ച് ചെയ്യാൻ നമ്മൾ നോക്കുന്നത്. അപ്പോൾ എർത്ത് ഈസ് ബിലോങ്ങിങ് ടു ഗോഡ്. Therefore, it is belonging to everyone. Since everyone is called child of God, so nothing we can possess in this world. That is a reality ആണ്. ഈ വേൾഡിൽ നമുക്കൊന്നും പൊസസ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ടിട്ട് പോകണം. അപ്പൊ അത് ആർക്ക് വേണ്ടി പാസ് ചെയ്യണം? വീണ്ടും പാസ് ചെയ്ത് പോകണം. ബിക്കോസ് ദാറ്റ് ഈസ് എർത്ത് ഈസ് ബിലോങ്ങിങ് ടു ഗോഡ്. Without religious principle, what is the difference between a dog and man? There is no difference between ഒരു റിലീജിയസ് പ്രിൻസിപ്പിൾ ഇല്ലെങ്കിൽ അവന്റെ ആനിമൽ പറഞ്ഞ, ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവൻ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകും. ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, മേറ്റിംഗ്, ഡിഫെൻഡിങ്. ഇവിടെ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസിനെ മാറ്റണമെങ്കിൽ തന്നെ ഈ ആനിമൽസിനെ നമുക്ക് ഒരു കാരണവശാലും ഗോഡ് കോൺഷ്യസ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് ഹ്യൂമൻ ബീയിങ്ങിന് മാത്രമേ പറ്റുള്ളൂ. അപ്പം ഈ ഹ്യൂമൻ ബീയിങ് ആനിമലിന്റെ ഒരു ഹ്യൂമൻ ബീയിങ് ഈസ് റിമൈനിങ് ഓൺ ദ ലെവൽ ഓഫ് ഡോഗ്സ് ഓർ ക്യാറ്റ്. നമുക്ക് ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നമുക്കൊരു പീസ്ഫുൾ സൊസൈറ്റി നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുമോ? കാരണം ഒരു എക്സാമ്പിൾ, ഒരു 100 ഡോഗിനെ കൊണ്ടൊന്നൊരു കൂടിനകത്തിട്ടു, അത് കുറച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും നമ്മുടെ ആനിമൽ ലെവലിലേക്ക് മാറുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും കിട്ടുന്നില്ല. എസൻസ് ഓഫ് ദ റിലീജിയൻ ഈസ് റൈറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഗോഡ് ആൻഡ് ലവ് ഹിം. അതാണ് ദൈവത്തെ പറ്റി മനസ്സിലാക്കുകയും അതിനെപ്പറ്റി സ്നേഹിക്കുകയും അതിനെ ആണ് നമ്മുടെ ഈ റിലീജിയസ് ഗ്രൂപ്പിന്റെ തന്നെ പ്രോസസ് ചെയ്യുന്ന അവരുടെ അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആ ദൈവികമായ കോൺഷ്യസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദിസ് ഓൺലി വേ പെർമനന്റ്ലി ചേഞ്ച് ദ ക്രിമിനൽ ഹാബിറ്റ്. വിത്തൗട്ട് ക്ലീനിങ് ദ ഹാർട്ട് ഓഫ് ദ ക്രിമിനൽ യു കനോട്ട് സ്റ്റോപ്പ് ക്രൈം. മനുഷ്യന്റെ മനസ്സ് അത് മാറ്റിയില്ലെങ്കിൽ നമുക്ക് ക്രൈം സിംപിളി ബൈ മോർ ലോ എൻഫോഴ്സ്മെന്റ്. നമുക്ക് ഒരു കാരണവശാലും ഇത് നമ്മളെ പഠിച്ചിട്ട് കണ്ടോണ്ടിരിക്കുന്നതാണ്. റൂളുകൾ എൻഫോഴ്സ് ചെയ്തെന്ന് വിചാരിച്ച് മനുഷ്യന്റെ ക്രിമിനൽ ബിഹേവിയർ ഫുള്ളായിട്ട് മാറുന്നില്ല. അവൻ കുറച്ചു നേരത്തേക്ക് നിർത്തും, ജയിലിൽ പിടിച്ചിടും, അവൻ തിരിച്ചു വരും, അത് ആയിരിക്കും. അവന്റെ മാറ്റം എടുക്കുന്നുണ്ടെങ്കിൽ അവനെ ഗോഡ്സ് കോൺഷ്യസ്നസ് അവനെ എടുത്തിടണം. If the religion vanishes, means that gradually we use the platform of animals. പോയി കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും അനിമലിന്റെ ലെവലിലേക്ക്. Religious system might be misused, but it does not mean that the religion should be avoided. The real religion should be taken. Religion system മിസ്യൂസ് ആയിരിക്കാം. ഇവിടെ മിസ്യൂസ്ഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ച് റിലീജിയൻ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതല്ല മെയിൻ പ്രോബ്ലം. അവർ പ്രോബ്ലം എവരിവൺ ഈസ് ഔട്ട്ലോ മാനുഫാക്ചറിങ് ഹിസ് ഓൺ കോൺഫർട്ടഡ് സിസ്റ്റം ഓഫ് റിലീജിയൻ. നമ്മൾ നമ്മുടേതായ രീതിയിൽ മിക്സ് ചെയ്തിട്ട് പല റിലീജിയനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഒരു റിലീജിയൻ ഉണ്ടാക്കുന്നു, അത് അവന്റെ ഇഷ്ടത്തിന് മാറ്റുന്നു. റിയൽ റിലീജിയൻ ഈസ് നോട്ട് ഫോളോയിങ്.
because of this, because of religion is declining, the human being are becoming more and more like animals. After studying American, after ഞാൻ ഇത് കുറച്ച് ബുക്കുകളെല്ലാം വായിച്ച് പല റിലീജിയൻസ് എല്ലാം ബുക്കുകളെ പറ്റിയൊക്കെ അവലോകനം ചെയ്ത് എനിക്ക് മനസ്സിലായത് നമ്മുടെ ആൻസിസ്റ്റേഴ്സ് നമ്മളിലേക്ക് പാസ് ചെയ്ത റിലീജിയൻ ആണ് കുറച്ച് ബെറ്റർ ആയിട്ടും നല്ലതായിട്ടും തോന്നുന്നു. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇനി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാസ് ചെയ്യണോ വേണ്ടയോ, അവരെ പഠിപ്പിക്കുകയോ, റിലീജിയൻസ് പഠിപ്പിക്കണോ എന്നുള്ളതൊക്കെ. ഫോർ എക്സാമ്പിൾ, ഒരു ചെറിയൊരു സ്റ്റോറിയും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഒരിക്കല് ഒരു അപ്പനും മോനും, 6 വയസ്സുള്ള ഒരു മോനുണ്ട്. അവര് വിചാരിച്ച് നമുക്ക് അപ്പം പറഞ്ഞ് കാലത്തെ വെളുപ്പിനെ നല്ല നിലാവുള്ള ഒരു ദിവസമായിരുന്നു, നമുക്കൊരു ഹോഴ്സ് റൈഡിന് പോകാന്ന് പറഞ്ഞ് ഹോഴ്സിനെ മോനെ പുറത്ത് കയറ്റി റൈഡിന് പോകായിരുന്നു. പോയെന്ന് വഴിക്ക് കുറെ ദൂരം അങ്ങോട്ട് പോയി. പോകുന്ന വഴിക്ക് നിലത്തൊരു സ്റ്റോൺ കിടന്ന് തിളങ്ങുന്നുണ്ട്. അപ്പം ഹോഴ്സിനെ അവിടെ നിർത്തിയിട്ട് മോനോട് പറഞ്ഞു, ഈ ടേക്ക് ദാറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞു. അവൻ ആ സ്റ്റോൺ എടുത്ത് പോക്കലിട്ടു. കുറച്ചുകൂടെ അങ്ങ് ചെന്നപ്പം വേറൊരു സ്റ്റോൺ കണ്ടു, അതും എടുക്കാൻ പറഞ്ഞു. അതും എടുത്ത് പോക്കലിട്ടു. അവർ 5-6 സ്റ്റോൺ അവനെ കിട്ടി. കുറച്ചിങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുമ്പം അത് ഈ പോക്കറ്റിൽ കിടന്ന് അടിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഈ പയ്യന് ഭയങ്കരമായ ഒരു അസ്വസ്ഥത. ഈ കല്ല് എടുത്തിട്ട് ഓരോന്നോരോന്ന് എടുത്ത് ദൂരോട്ട് എറിഞ്ഞു കളഞ്ഞു. പിന്നെ അവസാനം പോക്കലിൽ ഒരു കല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ വീട്ടിൽ ചെന്ന അപ്പോഴത്തേനും നേരമൊക്കെ വെളുത്ത് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പേഴ്സിന്റെ പുറത്തുനിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ആ ഒരു ഒറ്റ കല്ലെടുത്ത് നോക്കിയപ്പോ അത് ഡയമണ്ട് ആയിരുന്നു. അപ്പം ബാക്കി ഡയമണ്ട് കല്ലുകളെല്ലാം അവൻ എറിഞ്ഞു കളഞ്ഞു. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാതാപിതാക്കള് നമ്മുടെ ജീവിതത്തിൽ കുറെ നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ എറിഞ്ഞു കളയാം, സൂക്ഷിച്ചു വെക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അത് അതിന്റെ റിയാലിറ്റിയെ പറ്റി മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ഡയമണ്ട് ആണ് എന്ന് പറഞ്ഞ് നമുക്ക് തിരിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ജോർജ് കുട്ടി അത് പാസ്സായി, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് എബവ് മൈ എക്സ്പെക്ടേഷൻസ്. പിന്നെ ഡായിച്ചൻ പറഞ്ഞതുപോലെ, അതിന് മുമ്പ് പറഞ്ഞതുപോലെ, ഈ സബ്ജക്ട് സെലക്ഷൻ കുഡ് ഹാവ് ബീൻ ബെറ്റർ ഇഫ് യു നാരോഡ് ഇറ്റ് ഡൗൺ ടു എ സ്മോളർ പോയിന്റ്. ഇതിപ്പം വലിയൊരു വൈഡ് പോയിന്റ് ആണ്. അതിൻ്റെ അകത്തുനിന്ന് എനിക്ക് തോന്നുന്ന സഫറിങ്ങിനെ പറ്റി കവർ ചെയ്തിട്ടില്ലല്ലോ. സഫറിങ് ഇൻ റിലീജിയൻ ആയിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് വേറെ ഒത്തിരി കാര്യങ്ങളിലേക്ക് പോയി. എനിക്ക് തോന്നുന്നത് അതിന്റെ സബ്ജക്ട് സെലക്ഷൻ ഷുഡ് ഹാവ് ബീൻ നാരോഡ് ഡൗൺ ടു, അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വന്നേനെയായിരുന്നു. അപ്പം ഡായിച്ചൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു സബ്ജക്റ്റിൽ നിന്ന് വേറെ സബ്ജക്റ്റിലോട്ട് പോകാനുള്ള കാര്യം തന്നെ ആ ഒരു ഫോക്കസ് ഇല്ലാതെ പോയി. അതിൽ കുറച്ച് പ്രിപ്പറേഷന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഒത്തിരി കാര്യങ്ങൾ ജോർജ് കുട്ടിക്ക് പറയാനുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ ഈ 20 മിനിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ, 25 മിനിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയല്ല. ആൻഡ് പ്ലസ് റിലീജിയൻ ഈസ് സച്ച് എ വൈഡ് സബ്ജക്ട്. പിന്നെ ടുവേർഡ്സ് ദ എൻഡ്, ബിഗിനിങ്ങിനേക്കാളും കൂടുതൽ പ്രെപ്പ് ഫോർമുലയിലെ ഒരു സ്റ്റോറി കൊണ്ടുവന്ന് അതെല്ലാരെയും എവേക്ക് ചെയ്ത് കീൻലി ലിസൺ ചെയ്യാനായിട്ട് ഇരുത്തി. സോ എൻഡിങ് വാസ് ഗ്രേറ്റ്. നമ്മൾ ഇത്ര നാൾ നടത്തിയ സ്പീച്ചുകളിൽ ഏറ്റവും നല്ല എൻഡിങ് ആയിരുന്നു ജോർജ് കുട്ടിയുടെ. പിന്നെ വേറെ കുറച്ച് പോയിന്റുകൾ, അത് ഓൺ ദ സബ്ജക്ട് മാറ്റർ, whenever it comes up for discussion I'll take up. Pros, as in what was good about the speech was that like, oftentimes a lot of speeches which try to reason with your sensibilities, they often tend to try to help you think about what exactly is it that the speech is trying to talk about. So this speech tries to reason a lot of times with what your thought process might be, and then a lot of different examples were given to emphasize points. Also, a lot of different topics were touched upon, and a lot of different topics he tried to re-emphasize. Other than that, in terms of the manner in which the speech flew, I would say that it followed a roundabout manner. Even though it was trying to follow a prep formula, it was something like there was re-emphasis, and then there was an example, and then it went ahead to stating a different new point. And one of the problems with emphasizing multiple points, I would say, is that there is a lack of flow when multiple points are stated. So
that is something which needs to be worked upon. Thank you. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പിന്നെ ചില കാര്യങ്ങള് അങ്ങ് വ്യക്തമായില്ല. അത് വ്യക്തമാകാത്തത് കുറെ പോയിന്റ് അതിൽ ഇടിച്ചു കയറ്റാൻ നോക്കിയെന്ന് തോന്നുന്നു ഒരു ഇത്ര സ്പീച്ചിന്റെ അകത്ത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായില്ല. അത് നമുക്ക് ഇനി ഒരു തീമിലേക്ക് പോയിന്റ് വെച്ചിട്ട് ഒന്ന് ഏത് പോയിന്റാണ് കാര്യം വ്യക്തമാക്കാന്ന് വിചാരിച്ചത് അത് പറഞ്ഞാലും കുറെ കൂടെ ഡിബേറ്റ് ചെയ്യാൻ നല്ലതായിരുന്നു. അതാണ് ഒരു പ്രശ്നം എനിക്ക് തോന്നിയത്. I am going to present my views. George Woody has made an effort to put all his thoughts together. There was an effort to organize the thought according to the prep formula. There was a good preparation. He thought about one example, started with a statement of the points and raising what he is going to talk. On the point of improvement, Norudi as well as Elargum, ഒത്തിരി പോയിന്റ് ഇതിനകത്തേക്ക് അടിച്ചു കയറ്റി മനസ്സിലുള്ളതെല്ലാം അങ്ങോട്ട് പറയാൻ നോക്കി. ഒരു ഛർദ്ദിച്ചിരുന്ന പോലെ ഒരു പോയിന്റ് ആയിരുന്നു. ഇറ്റ് ഈസ് അപ് ടു ആസ്. നമ്മൾ പോയി അത് തപ്പി പിടിക്കണം എന്ത് പോയിന്റാന്ന്. പിന്നെ ഇതിനൊരു ഫോക്കസ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഇതിപ്പോൾ റിലീജിയൻ ആൻഡ് സഫറിങ് എന്നാണ് പറഞ്ഞത്. പക്ഷെ സഫറിങ്ങിനെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് കുറച്ച് മെറ്റീരിയലിസം ആണെന്നൊക്കെ അങ്ങ് പറഞ്ഞു. പിന്നെ ഒരു ലോങ് സ്പീച്ച് പറയുമ്പോഴത്തേക്ക് അത് എഴുതി വെച്ച് നല്ലപോലെ പറഞ്ഞില്ലെങ്കിൽ കോൺട്രാഡിക്ഷൻസ് അതിനകത്ത് ക്രീപ്പ് ചെയ്യും. ഈ സ്പീച്ചിനകത്ത് ഒത്തിരി കോൺട്രാഡിക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു കൺക്ലൂഷൻ വാസ് ക്വൈറ്റ് ഗുഡ്. that conclusion was quite good in the sense that what he was saying is that there are some values in the society which we are accepting, society will be good and we can be happy. That was good. Introduction and conclusion was good. ഈ സ്പീച്ചിനെ ഒരു പോയിന്റിലേക്ക് നിർത്തിയിരുന്നെങ്കിൽ ജോജോ പറഞ്ഞതുപോലെ നമുക്ക് ആ പോയിന്റിന്റെ അറൗണ്ട് ഡിസ്കഷൻ വെക്കാമായിരുന്നു. ഇതിപ്പം നമ്മൾക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കണം what is the point. I thought the main point was that generally you talk about religion rather than focusing on religion and suffering. You did try to convey some points, some good points. Though it was away from the topic, you crammed many things into the short speech. On what we need to this one, no? Because George covered, I think so, more than 20 points which need to take discussion. For example, why people suffer. It itself, it is, we can have a long discussion. Then another point, George said there is body and soul is something, two entities of a human being, and body is completely not good at all. It is be condemned. And another point we can say, he kept on saying that the cause of innovation is people begin to question. And another point, it is spirituality is a process. For example, another one also, it is, you can say, of inheriting the values which you have, So actually, on which subject you want to have this debate? Hear me? Yeah. Yes. Okay. ജോർജ് ബാബുന്റെ സ്പീച്ചിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഐഡിയ ആനിമൽസിന് സ്പിരിച്വാലിറ്റി ഇല്ലാന്ന്. പക്ഷെ ബൈബിളിൽ പറയുന്നുണ്ട് ഈവിൾ സ്പിരിറ്റ് എൻ്റർ ദ ആനിമൽ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈവിൾ സ്പിരിറ്റ് എൻ്റർ ചെയ്യുമ്പോ ഗുഡ് സ്പിരിറ്റ് അവർക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ലേ? അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാവോ? ഓക്കെ, എന്നാ നമുക്ക് ജോർജ് കുട്ടി ഉത്തരം പറഞ്ഞോ. ജോജോയുടെ ക്വസ്റ്റിന്റെ ആൻസർ ആനിമൽസിന് സ്പിരിറ്റിൽ എന്ന് ഞാൻ പറഞ്ഞില്ല. ആനിമൽസിനെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റിയല്ല. ദൈവത്തിന്റെ കോൺഷ്യസ് ദൈവം എന്താണെന്നും ദൈവത്തെ പറ്റി പഠിപ്പിക്കാനോ പറ്റത്തില്ല. അത് അനിമൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് അതിന്റെ ഡെസ്റ്റിനിക്കകത്ത് നിന്നുകൊണ്ടായിരിക്കും. ഡെസ്റ്റിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പൂച്ച തൂറി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ണിട്ട് മൂടാൻ നോക്കും. അതിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഡെസ്റ്റിനി. I just want instinct. Just want to correct you. Not destiny. Okay.
അതിൻ്റെ അകത്തുനിന്ന് വർക്ക് ചെയ്യുള്ളൂ. അതിന് സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പിന്നെ ഡയറ്റിൻ്റെ ബോഡി, എന്തുകൊണ്ടാണ് ബോഡിക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ റിയൽ സാറ്റിസ്ഫാക്ഷൻ കംസ് ഫ്രം ദ വെൻ യു ആർ റിയൽ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എന്നാണ് നമ്മുടെ വിശ്വാസം അനുസരിച്ച്, ഓരോ വിശ്വാസിയുടെ അനുസരിച്ച് സ്പിരിറ്റ് ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. അപ്പം മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയെ പറ്റിയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാം. വി നെവർ ബി ഹാപ്പി ഓൾവേസ്. യു വാണ്ട് ടു ബി ഓൾവേസ് ഹാപ്പി, യു ഹാവ് ടു ആദ്യത്തെ എക്സിസ്റ്റൻസിലേക്ക് ചെന്നെത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത്. പറയാവോ, കമന്റുകൾ പറയാവോ? പറഞ്ഞോ. ഓൺ ദ സബ്ജക്ട് യു റേസ്ഡ്, ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്നേ, കേക്കാവോ? കേക്കാം പറഞ്ഞു. പുള്ളി പറഞ്ഞത് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. പുള്ളിയുടെ സമകാലികൻ സഹോദരൻ അയ്യപ്പൻ പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞത്, യു ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇൻ ഗോഡ് ടു ഗോ ടു ഹെവൻ. ഇത് നൂറ്റാണ്ടുകൾക്കിടയ്ക്ക് പറഞ്ഞതാണ്. 1800-കളിലൊക്കെ ജീവിച്ച ആൾക്കാരാണ് സഹോദരൻ അയ്യപ്പനും ശ്രീനാരായണ ഗുരുവും ഒക്കെ. അപ്പം ഈ ഒരു റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ തന്നെ ആസ്ഥാനത്തല്ലേ, ഗോഡ്, ജോർജ് കുട്ടി പറഞ്ഞ ഗോഡ് ഹെഡിന്റെ അടുത്താണ് ചെല്ലേണ്ടതെങ്കിൽ ആസ്ഥാനത്താണ്. പിന്നെ എ ഹിസ്റ്ററി ഓഫ് ഗോഡ് എന്ന് പറയുന്ന കരീൻ ആംസ്ട്രോങ് എന്ന് പറയുന്ന ആയിരുന്നു, എപ്പോഴും ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞു തരിച്ചിരിക്കുന്നത് 3 റിലീജിയനെ പറ്റിയാണ് കൂടുതലായിട്ട് സംസാരിച്ചത്. എബ്രാമിക് റിലീജിയനെ പറ്റിയാണ് കൂടുതലായിട്ട് സംസാരിക്കുന്നത്. എങ്ങനെ ആണെങ്കിലും അതിന്റെ ഹിസ്റ്ററി ഓഫ് റിലീജിയന്റെ അകത്ത് പറയുന്നത് ഗോഡ് തന്നെ ഇവോൾവ് ചെയ്യുകയാണ് ചെയ്തത്. മനുഷ്യൻ ഇവോൾവ് ചെയ്യുന്ന പറഞ്ഞ പോലെ ഗോഡ് തന്നെ കാലക്രമങ്ങളിൽ ഇവോൾവ് ചെയ്ത ഒരു ഗോഡ് വന്നിരിക്കുക. അപ്പൊ യേശുദാസ് പാടെന്ന് പറഞ്ഞ പോലെ ദൈവം മനുഷ്യ പോയിന്റ്, യു ഡോണ്ട് ഹാവ് ടു ബിലീവ് ഇൻ ഗോഡ് ടു ഗോ ടു ഹെവൻ. ദൈവത്തിൽ വിശ്വസിക്കണമെന്നില്ല സ്വർഗത്തിൽ പോകണമെങ്കിൽ, സ്വർഗം ഉണ്ടെങ്കിൽ. താങ്ക് യു. ഒരു റിലീജിയൻസിനെ പോക്ക് ചെയ്തിട്ടല്ല, പർട്ടിക്കുലർ റിലീജിയനോ പർട്ടിക്കുലർ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന റിലീജിയൻസ് ഒക്കെ റിയൽ റിലീജിയൻ ആണെന്ന് നമ്മളെ ഒരു ഇതാക്കിയിരിക്കുകയാണ്, കൺഫ്യൂസ് ആക്കിയിരിക്കുകയാണ്. ഈ കൺഫ്യൂഷനകത്ത് നമുക്ക് ഇന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. നമ്മൾക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ക്രൈം മാറ്റണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൽ സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവന്നിട്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പം യൂറോപ്പിലൊക്കെ ഇത് ഫോർ എക്സാമ്പിൾ യൂറോപ്പിലും ഓസ്ട്രേലിയയിലൊക്കെ കണ്ടിട്ടുണ്ട്, പത്രം അവിടെ വെച്ചിട്ട് പോകും, പൈസ ഇട്ടിട്ട് കൊണ്ടുപോകും. നമ്മുടെ നാട്ടിൽ വയ്ക്കുകയാണെങ്കിൽ പത്രത്തോടെ അങ്ങ് ചുവന്നുകൊണ്ട് പോകും ആൾക്കാർ. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കാനുണ്ടെങ്കിൽ അവിടെ തൂക്കിയിട്ടേക്കും, അവിടെ ഡെപ്പയും വെച്ചേക്കും, ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട്. ആരും അവിടെ വിൽക്കാനില്ല, ആൾക്കാർ ഇട്ടിട്ട് പോകും. അവിടെ റിലീജിയൻ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? അവർ ഓൾറെഡി ബിയോണ്ട്, അവർ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു ആ റിലീജിയൻ. അവർ 1-2 തലമുറ അവരവരുടെ വീടുകളിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞത്. പിന്നെ റിലീജിയന്റെ ആ പ്രോസസ്സിങ് വരുന്നില്ല അവിടെ. കാരണം ഓൾറെഡി ആ റൂൾ അവരുടെ കുടുംബത്തിൽ നിന്ന് പഠിച്ചു വരികയാണ്. അപ്പൊ നമ്മളെ പോലെയുള്ളവർ അവിടെ ചെന്നിട്ട് മറ്റുള്ളവരെ കാണിക്കുകയാണ്, ഇത് ചെയ്യണം, അത് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പം അത് വേഴ്സ് ആകുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു, ബേബി പറഞ്ഞിട്ട് റിലീജിയൻ വേണമെന്നില്ല ബേബി. റിലീജിയൻ, പ്രോപ്പർ റിലീജിയൻ ഫോളോ ചെയ്തില്ലെങ്കിൽ നീ സഫർ ചെയ്യാൻ പോവാ, നമ്മൾ സഫർ ചെയ്യാൻ പോവാ. ഞാൻ ഇപ്പഴാ ജോയിൻ ചെയ്തത്. ഹലോ, ഞാൻ പറഞ്ഞു ഓർക്കുന്നുണ്ടെങ്കിൽ ബേബി പറഞ്ഞു, ബേബി ഒരു ക്വസ്റ്റ്യൻ അല്ലായിരുന്നു ചോദിച്ചത്, ജസ്റ്റ് ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് ദൈവം വേണമെന്നില്ല എന്നുള്ളതാണ് ബേബി പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പം ദൈവം വേണമെന്നില്ല എന്ന് പറയുന്നതിന്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറൊരു ടോപ്പിക്കിലേക്ക് ഞാൻ പോകേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ദൈവത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഹൈലി ഇന്റലിജന്റ് ഹ്യൂമൻ ബീങ്, ആനിമൽ ആണ് ഹ്യൂമൻ ബീങ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇന്റലിജന്റ് ഫോഴ്സ് ആണ് നമ്മൾ. അനിമൽസ് ഈസ് നോട്ട് ഹാവിങ് എൻ ഇന്റലിജന്റ് മോൾ. ഇന്റലിജന്റ് പേഴ്സൺ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും പിറക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു പേഴ്സൺ.
അതുകൊണ്ട് ആ പോഴ്സിനകത്ത് ദൈവത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് നമുക്കൊക്കെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു. നേച്ചർ നമ്മളെ സൃഷ്ടിക്കപ്പെട്ടെന്നാലും അതിൻ്റെ അകത്തുനിന്ന് ഓൾട്ടർ ചെയ്ത് പല കാര്യങ്ങളും നമുക്ക് മിക്സ് ചെയ്തുണ്ടാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഗോഡ് എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ഈസ് ബി പാർട്ട് ഓഫ് ദ ഗോഡ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു കടലിലെ ഒരു തുള്ളി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ തുള്ളി വെള്ളത്തിനകത്ത് കടലിലെ എല്ലാവിധ സത്തുകളും ഉണ്ട്. അത് ഒരു ശക്തിയില്ല, അതിൻ്റെതായ ശക്തി മാത്രമേ ഉള്ളൂ. പല വെള്ളങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് കടൽ അതിന് ഭയങ്കര ശക്തിയാണ് എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ഒരു ശക്തിയാണ്. പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ സ്പിരിറ്റ് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അതെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ശക്തിയാണ്. രോമാചൻ പറഞ്ഞു. Slightly, Tomajane has proposed that since Yoriyuti is going to speak on religion and suffering, we also could express. So I was asked to speak something about Christianity, what is suffering in Christianity. So I would like to make a few statements. Suffering is not the final end in itself. It is the gateway to resurrection. So that's what we learn from Jesus' life. So Jesus' suffering was not in itself end, but it was a part of resurrection. And then according to Bible, we find suffering has some purpose. For example, Joseph suffered, and because of Joseph's suffering, we find that there is his entire Israel families were rescued from the drought. So if Joseph was not suffering, then this one they would not have got a chance. The Israelites would not have got a chance to go to Egypt and settle over there. So then suffering also teaches us to seek God and trust in God. That's what we find in the Psalms. In the life of David, we find that most of the suffering taught him to praise God and to know the presence of God and to trust in God. And also suffering can bring glory to God. We have an example in the Gospel of John, the blind man get healed. From birth he is blind, and his suffering become, when that particular moment when Jesus healed him, it was become a glory. So in our life also it is, if you just reflect in our Christian way of when we think, suffering is not end. Suffering, there is it is only a gateway for joy, maybe in this earth or maybe life after. And same way also our life itself has taught us many suffering has become turned into a good things for in our own daily experiences. And also in our own experience also we find that suffering has taught us suffering brought us more closer to God. That's all. മഹാഭാരതത്തിനകത്തുണ്ട്, ഫ്രം ദ ബിഗിനിങ് ഓഫ് മഹാഭാരതം സഫറിങ്സ് ഉണ്ട്. ഫസ്റ്റ് സഫറിംഗ് ആയിട്ട് എനിക്കറിയാവുന്നത് is that കുന്തിക്ക് ബിഫോർ മാരേജ് she gives birth to Karan, and her lifelong suffering of losing her son, and Karan of not having an identity in his life. ഹിന്ദുയിസത്തിന്റെ സഫറിങ്ങിനെ കുറിച്ചാ മുന്നോട്ട് ഗാന്ധാരിയുടെ സഫറിംഗ്, ഷീ ലൈഫ് ലോങ് അവളുടെ കണ്ണടച്ചു വെക്കും to give support to her husband. So whole life അവളുടെ കല്യാണത്തിന് ശേഷം അവള് കാഴ്ചയില്ലാതെ ജീവിച്ചു. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ കുന്തിയും മാതിരി മരിക്കുകയും അവളുടെ രണ്ട് മക്കൾക്ക് അമ്മയും അച്ഛനും ഇല്ലാതെ ആകുമ്പം കുന്തി അവരെ സ്വന്തം മക്കളെ പോലെ തന്നെ 5 മക്കളെയും ഒരുമിച്ച് വളർത്തുമ്പം അവരും കൗരവപുത്രന്മാരും തമ്മിൽ ഉള്ള കുറെ സഫറിങ്സ് ഉണ്ട്. വേർ പാണ്ഡവ് സഫർ, അങ്ങനെ കുറച്ചുണ്ട്. That's it. It is Marxian view of suffering. In the manifesto, Communist Manifesto, Marx and Engels has presented their view of religion
And what this, and in that passage നമുക്ക് ഇത് റിലീജിയനെ കുറിച്ചുള്ള സഫറിങ്ങിനെയും റിലീജിയനെ കുറിച്ചും കണക്ട് ചെയ്തൊരു ഒരു വാക്കുണ്ട്. അപ്പൊ അതിനകത്ത് ഇറ്റ് ഈസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്, മതം ഒരു കറുപ്പാണ്. പക്ഷെ അതിനു മുമ്പ് 2-3 സെന്റൻസ് ഉണ്ട്, അത് അത്രയും പോപ്പുലർ അല്ല. റിലീജിയൻ ഈസ് ദ ഹാർട്ട് ഓഫ് എ ഹാർട്ട്ലെസ് വേൾഡ്, സോൾ ഓഫ് എ സോൾലെസ് വേൾഡ്, ഇറ്റ് ഈസ് ദി ഓപ്പിയം ഓഫ് ദ പീപ്പിൾ. മലയാളത്തിലേക്ക് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ലോകത്തിന്റെ ആത്മാവാണ് മതമെന്ന്. അപ്പം ഈ ഒരു കണക്ഷനാണ് പറഞ്ഞത്. ആൾക്കാർ മതത്തിലേക്ക് തിരിയുന്നത് ഒരു ഓപ്യം കഴിക്കുന്നതിന്, നമുക്ക് നമ്മളെ നോക്കാൻ വേണ്ടി ഒരാളുണ്ട്, ഒരു സഹായമുണ്ട് എന്നുള്ളതാണ്. ദിസ് ഈസ് ദ പോയിന്റ്സ്. ദ മെയിൻ പോയിന്റ് therefore is the opium of the people. Now ഇതിന്റെ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഈ UK-യില്, യൂറോപ്പില് മതം ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ്. പള്ളിയെല്ലാം ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാന കാരണമായിട്ട് എനിക്ക് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ ഏതീസ്റ്റിന്റെ വളർച്ച കൊണ്ടൊന്നുമല്ല, മുതലാളിത്തത്തിന്റെ സെൽഫിഷ്നെസിന്റെ വാല്യൂ കൊണ്ടാണെന്നൊക്കെ എല്ലാവരും പറയും. കൺസ്യൂമറിസത്തിന്റെ വളർച്ച കൊണ്ട് മതം പുറകോട്ട് പോയി. ഞാൻ തന്നെ ഒരു ചെറിയ ബുക്ക്ലെറ്റ് എഴുതിയായിരുന്നു, കൺസ്യൂമറിസം ഈസ് ദ പോസ്റ്റ് മോഡേൺ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചെറിയ ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതി. പക്ഷേ അതിലൊരു പ്രധാനമായ ഒരു ഘടകം ഇവിടെ വന്ന വെൽഫെയർ സ്റ്റേറ്റിന്റെ വളർച്ചയാണ്. വെൽഫെയർ സ്റ്റേറ്റ്, ഗവൺമെന്റ് നൽകുന്ന ആനുകൂല്യങ്ങൾ, ഇവിടുത്തെ വർക്കേഴ്സ്, ഇവിടുത്തെ തൊഴിലാളി വർഗം സമരങ്ങളിലൂടെ നേടിയെടുത്ത സമരങ്ങളുടെ ഫലമായിട്ടാണ് മതം ഡിക്ലൈൻ ചെയ്തത്. ദാറ്റ് ഈസ് വാട്ട് ഐ ആം ട്രൈങ് ടു. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ആൾക്കാർക്ക് ഈ ഒരു പല പ്രയാസങ്ങളും, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ഹൗസിങ്, അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, ഇങ്ങനെ പല കാര്യങ്ങളും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിലീജിയന്റെ ആവശ്യം അവർക്ക് ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് റിലീജിയൻ മാറിയത്. ഇതാണ് മാർക്സിയൻ വ്യൂ ഓഫ് റിലീജിയൻ ആൻഡ് സഫറിങ്. സഫറിങ് കുറയുന്നു, അപ്പം മതത്തിന്റെ ആവശ്യവും കുറയുന്നു. എന്നാൽ സോവിയറ്റ് യൂണിയനും ചൈനയിലും ഒന്നും മതങ്ങൾ മാറിയില്ല. അവർ മതങ്ങൾക്കെതിരെ യുദ്ധം തന്നെ ചെയ്തിരുന്നില്ല. അവരുടെ മാർക്സിയൻ വ്യൂ സോഷ്യലിസം വളർന്നു കഴിയുമ്പോൾ മതം തന്നെ പൊക്കോളും എന്നുള്ള ആശയമായിരുന്നു. അതുകൊണ്ട് അവർ ചെറിയ യുദ്ധങ്ങളൊക്കെ നടത്തുള്ളൂ, വൻ യുദ്ധങ്ങളൊന്നും നടത്തിയില്ല. സ്റ്റാലിൻ ആക്ച്വലി 2ാം ലോക മഹായുദ്ധ കാലത്ത് പള്ളികൾ പുതുക്കിപ്പോണത് അവരുടെ പള്ളിക്കാരുടെയും കൂടെ സപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടി. അതൊക്കെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ഇപ്പം കമ്മ്യൂണിസം തകർന്നപ്പോൾ അവിടെ റിലീജിയൻ ശക്തമായിട്ട് തിരിച്ചു വരികയും ചെയ്തത്. താങ്ക് യു വെരി മച്ച്. UK-യില് ശക്തമായിട്ട് മുസ്ലിം എന്ന് പറയുന്ന മതം വളർന്നു വരുന്നതായിട്ട് ആണ് അറിയുന്നത്. സപ്പോർട്ടുണ്ട്, മതത്തിന്റെ ആവശ്യമില്ല, വിദ്യാഭ്യാസമുണ്ട്, ഫ്രീ ആയിട്ട് കിട്ടുന്നു, ഹെൽത്ത് കിട്ടുന്നു, വെൽഫെയർസ് എല്ലാം കിട്ടുന്നുണ്ട്, ഹൗസ് എല്ലാം. അപ്പോ മതത്തിന്റെ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി മതത്തിൽ നിന്ന് മനുഷ്യ പിന്തിരിയുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ക്രിസ്തു മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു. പക്ഷെ ഇപ്പൊ അവിടെ ശക്തമായിട്ട് മുസ്ലിം മതം വളർന്നു വരുന്നുണ്ടെന്നാണ് അറിയുന്നത് നമ്മൾ വാർത്തകളിൽ നിന്നൊക്കെ. I can give you a speech. We are actually studying something on this. ഇപ്പൊ നമുക്ക് ലോകത്തില് ഒരു ആശയം ഇപ്പൊ നിലനിന്ന് വന്നിരിക്കുന്നത് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സ് ആണ്. ഐഡന്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ആൾക്കാര് സ്വന്തം അസ്തിത്വം, മലയാളത്തിൽ പറഞ്ഞ സത്വവാദം എന്ന് പറയും, സ്വന്തം അസ്തിത്വം എന്താണെന്ന്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന മലയാളികളുടെ ഇടയ്ക്ക് മതത്തിന്റെ പ്രാധാന്യത കൂടുന്നു. ഇവിടെ വന്നിരിക്കുന്ന മൈഗ്രൻസിന്റെ എല്ലാ ഇടയ്ക്ക് അവരുടെ സ്വന്തം ഐഡന്റിറ്റി കൂടുന്നു. മലയാളികൾക്ക് ഞാൻ മലയാളിയാണ്, മലയാളികൾക്കകത്ത് തന്നെ ഞാൻ നായരാണ്, പിന്നെ മലയാളികൾക്കകത്ത് തന്നെ ഞാൻ ക്രിസ്ത്യാനികളാണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ എല്ലാവരും മലയാളി അസോസിയേഷനൊക്കെ തുടങ്ങി. ഇപ്പം അതെല്ലാം തന്നെ അതിനൊന്നും അധികം ആയുസില്ലായിരുന്നു. കാരണം അതിനകത്ത് പെട്ടത് മതത്തിൽപ്പെട്ടവരാണ്. നായർ അസോസിയേഷൻ ഉണ്ടായി അതിലേക്ക് പോയി. പിന്നെ ഇപ്പം വന്ന് സീറോ മലബാറായി. സീറോ മലബാറിനകത്ത് തന്നെ വേറൊരു അസ്തിത്വം, കനായ അസ്തിത്വം. ആ അസോസിയേഷൻ ഒന്നും ഇപ്പം നിലനിൽപ്പില്ലെന്നായി. എല്ലാവരും കൂടി ഉണ്ടാക്കിയ അസോസിയേഷൻ ആയിരുന്നു. ഇപ്പം പിന്നെ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായി, അതുപോലും വീക്കാണ്. പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായി. സമീഷ എന്ന് പറഞ്ഞ് CPM-ന്റെ നേതൃത്വത്തിലൊരു സംഘടന ഉണ്ടാക്കി. യുക്മ എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ നേതൃത്വം. ഇതിനകത്ത് എല്ലാ മതങ്ങളും ഒക്കെ വരുന്നതാണ്. അതെല്ലാം മതത്തിന്റെ അസ്തിത്വം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീക്കായി. അപ്പം ഈ മൈഗ്രൻസ് ഇവിടെ വരുന്നവരെല്ലാം റിലീജിയനിൽ അഗ്രസീവായിട്ട് ബിലീവ് ചെയ്യുകയാണ്. ഇതിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇവിടുത്തെ മോസ്കുകളിലെ ഇമാംമാരെ ആദ്യം തൊട്ട് ഇവിടുത്തെ പ്രോഗ്രസീവ് ആൾക്കാർ പറയുന്നുണ്ട്, ലെഫ്റ്റ് ഓറിയന്റഡ് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു,
ഇവിടുത്തെ ഇമാമുകാരെ ഇവിടുന്ന് തന്നെയുള്ള ഇമ്മമാരെ വെക്കുക. ഇവിടുന്ന് ഉണ്ടായി വരുന്ന ഇച്ചിരി പ്രോഗ്രസീവ് ആയിരിക്കും. എന്നാൽ അവർ പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവരും ഇമാമന്മാരെ. അവർ മോർ അഗ്രസീവാ. അവർ 1-2 പേരെ അവർ പിടിച്ച് തിരിച്ചു കൊണ്ടുപോയി ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ. 1-2 പേര് ഇപ്പൊ ജയിലിൽ കിടപ്പുണ്ട്. അവരിങ്ങനെ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് ഐസിലൊക്കെ ചേരുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ഒന്നാമതായിട്ട് ഈ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വളർച്ചയാണ്. അത് ഇവിടുത്തെ എസ്റ്റാബ്ലിഷ്മെന്റ്, ഇതൊരു ലെഫ്റ്റ് വ്യൂ ആണ്, എസ്റ്റാബ്ലിഷ്മെന്റിനെ സഹായിക്കുന്നതാണ്. കാരണം എല്ലാ തൊഴിലാളികളും നമ്മുടെ പ്രധാന ഐഡന്റിറ്റി തൊഴിലാളി വർഗമാണ് എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗം വളരെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. ആ ഐഡന്റിറ്റി പൊളിറ്റിക്സിന്റെ വളർച്ച വർഗ സമരത്തെ ഇല്ലാതാക്കിയെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പല വെൽഫെയർ സ്റ്റേറ്റ് ആക്ടിവിറ്റീസും UK-യിൽ അവരെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഈ ഇവിടെ വളർന്നിരിക്കുന്ന ഈ മുസ്ലിം ഇതൊക്കെ ഉണ്ടല്ലോ, അവർ ഒരൊറ്റ ദിവസം കൊണ്ട് അവരതെല്ലാം അടിച്ചു പൊളിച്ച് താഴെ കളയും ഇഫ് ദേ വാണ്ട്. അവർക്ക് താല്പര്യമില്ലെന്ന് തോന്നി. ഇപ്പൊ തന്നെ കേട്ടില്ലേ ഫ്രാൻസില്, ജർമ്മനി, അവര് കുറച്ച് മോസ്ക് എല്ലാം ഉടനെ അടച്ചു കളഞ്ഞു. ഇറ്റ് ഈസ് നോട്ട്, അവരത് നോക്കി വെച്ചോണ്ടിരിക്കുകയാണ്. കൺട്രോൾ ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ദ അതോറിറ്റി. അതുകൊണ്ട് അവർ വെച്ചിരിക്കുന്നു. ഒരു മുസ്ലിം ഭീകരര് കമ്മ്യൂണിസ്റ്റ് ഇന്നിപ്പം ലോകത്തിലൊരു ത്രെട്ടായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ വൻ രാജ്യങ്ങൾക്ക് ആൾക്കാരെ പിടിച്ചു നിർത്താനും അവരുടെ സഹായിക്കാൻ ഒരു ശത്രു വേണം. ആ ശത്രു ഒരു മുസ്ലിം ഭീകരരായിട്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് 9/11 അന്ന് തുടങ്ങിയതാണ്. 9/11 അതൊരു ദാറ്റ് ഐഡിയോളജി അവരെ വളരെ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. ഐ വിൽ സ്റ്റോപ്പ്. ഞാൻ പറഞ്ഞത്, നമ്മൾ പറഞ്ഞത് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ 1939 പുരോഗമിച്ചപ്പം കമ്മ്യൂണിസ്റ്റുകാർ റിലീജിയനെ ഒട്ടും പ്രൊമോട്ട് ചെയ്യുന്നില്ലായിരുന്നു. പല കത്തീഡ്രലുകളും അവര് മ്യൂസിയങ്ങളും മിലിറ്ററി ബാരക്സും ഒക്കെ ആക്കി മാറ്റിയായിരുന്നു. പക്ഷേ എങ്കിലും റിലീജിയന് മാറ്റങ്ങളൊന്നും വന്നില്ലായിരുന്നു. 1939-40 അവരുടെയും കൂടെ സപ്പോർട്ട്, കാരണം ലോകമഹായുദ്ധത്തിന് എല്ലാ ജനവിഭാഗങ്ങളുടെയും സപ്പോർട്ട് വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റാലിൻ അവർക്ക് അവിടുത്തെ പള്ളികളെല്ലാം പുനരുദ്ധാരണം ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഹി ഗോട്ട് देयर സപ്പോർട്ട്. ഓപ്യം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ഇന്നാക്റ്റീവ് ആവും, മയങ്ങിയാൻ കിടക്കും. നോ പവർ ടു റെസിസ്റ്റ്. So religion with all their rules and regulation makes people inactive. അതാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ബട്ട് ബേബി പറഞ്ഞത് ലാലാ ലജപത് റായിയുടെ ഒരു പോസിറ്റീവ് ആണ് അതിന്റെ.